നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത് +2 ഇക്കണോമിക്സിൽ നിന്നുള്ള മൈക്രോ ഇക്കണോമിക്സിന്റെ രണ്ടാമത്തെ ചാപ്റ്റർ ആണ്, തിയറി ഓഫ് ദ കൺസ്യൂമർ ബിഹേവിയർ. ഈ ചാപ്റ്ററിലെ തുടർച്ചയായിട്ടുള്ള ഒരു ഭാഗമാണ് ഇന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 3 മാർക്കിന് 4 മാർക്കിനൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് വൈ ഡിമാൻഡ് റൈസ് വെൻ പ്രൈസ് ഫാൾസ് എന്നുള്ളതാണ് നമ്മുടെ ടോപ്പിക്ക്. എന്തുകൊണ്ടാണ് ഡിമാൻഡ് റൈസ് ചെയ്യുന്നത് വെൻ പ്രൈസ് ഫാൾസ്, അതായത് വില കുറയുമ്പോൾ ഡിമാൻഡ് കൂടുന്നത് എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ നേരെ തിരിച്ചും ചോദിക്കാം, വില കൂടുമ്പോൾ എന്തുകൊണ്ട് ഡിമാൻഡ് കുറയുന്നു. ഡിമാൻഡുമായി ബന്ധപ്പെട്ട് ഡിമാൻഡ് ഫംഗ്ഷൻ, ഡിമാൻഡ് ലോ ഓഫ് ഡിമാൻഡ്, അതുപോലെ തന്നെ ഡിമാൻഡ് കർവ് തുടങ്ങിയുള്ള ഭാഗങ്ങളൊക്കെ കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്, പഠിച്ചതാണ്. ഓക്കെ, അപ്പോൾ അതുമായിട്ട് തന്നെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് വൈ ഡസ് ഡിമാൻഡ് കർവ് ഡൗൺവേർഡ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് എന്ന് ചോദിക്കാം. അതുപോലെ തന്നെ വൈ ഡിമാൻഡ് റൈസ് വെൻ പ്രൈസ് ഫാൾസ് എന്ന് ചോദിക്കാം. എന്തുകൊണ്ടാണ് ഡിമാൻഡ് കൂടുന്നത് വെൻ പ്രൈസ് ഫാൾ ചെയ്യുമ്പോൾ, പ്രൈസ് കുറയുമ്പോൾ ഡിമാൻഡ് കൂടുന്നത് എന്തുകൊണ്ടാണ്. ഇതേ ചോദ്യം തിരിച്ചും ചോദിക്കാം, എന്തുകൊണ്ടാണ് ഡിമാൻഡ് കുറയുന്നത് വെൻ പ്രൈസ് റൈസ് എന്ന് ചോദിക്കാം. വില കൂടുമ്പോൾ എന്തുകൊണ്ട് ഡിമാൻഡ് കുറയുന്നു എന്ന് ചോദിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഇതൊരു 3-4 മാർക്കിന്റെ ചോദ്യമാണെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിക്കേണ്ടായി. വെൻ പ്രൈസ് ഫാൾസ് ഡിമാൻഡ് റൈസസ് ആൻഡ് വെൻ പ്രൈസ് റൈസസ് ഡിമാൻഡ് ഫാൾസ്. അതായത് നേരെ തിരിച്ചു സംഭവിക്കാം, ഓപ്പോസിറ്റ് ഒരു റിലേഷൻ ആണല്ലോ പ്രൈസും ഡിമാൻഡും തമ്മിൽ. പ്രൈസ് ഫാൾ ചെയ്യുമ്പോൾ ഡിമാൻഡ് റൈസ് ചെയ്യുന്നു അല്ലെ, അതുപോലെ തന്നെ പ്രൈസ് റൈസ് ചെയ്യുമ്പോൾ ഡിമാൻഡ് ഫാൾ ചെയ്യുന്നു. ഓക്കെ, ദർ ആർ 2 മെയിൻ റീസൺസ് ഫോർ ദിസ്. അപ്പോൾ ഇങ്ങനെ കൂടാനും കുറയാനും, ഡിമാൻഡിൽ കൂടുതലും കുറവും ഉണ്ടാവുന്നതിന് പ്രധാനമായിട്ടും 2 കാരണങ്ങളാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ 2 കാരണങ്ങൾ എന്താണെന്നാണ് നമ്മൾ ഇതിൽ കാണാൻ പോകുന്നത്. ഓക്കെ, വെൻ പ്രൈസ് ഫാൾസ് ഡിമാൻഡ് റൈസസ് ആൻഡ് വെൻ പ്രൈസ് റൈസസ് ഡിമാൻഡ് ഫാൾസ്. ഓക്കെ, അതായത് വില എന്താകുന്നു, കുറയുമ്പോൾ ഡിമാൻഡ് കൂടുന്നു. വില കുറയുമ്പോൾ ഡിമാൻഡ് കൂടുകയും വില കൂടുമ്പോൾ ഡിമാൻഡ് കുറയുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണ്. അത് മാറാനുള്ള, ആ വിലയിൽ മാറ്റം ഉണ്ടാകുമ്പോൾ ഡിമാൻഡിൽ മാറ്റം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് എന്നതിന് 2 കാരണങ്ങളാണ് പറയുന്നത്. ദർ ആർ 2 മെയിൻ ഫാക്ടേഴ്സ് ഓർ മെയിൻ റീസൺസ് ഫോർ ദിസ് എന്ന് പറയുന്നു. ഒന്നാമത്തേത് സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് ആണ്. രണ്ടാമത്തേത് ഇൻകം ഇഫക്റ്റ് ആണ്. അപ്പൊ 2 കാര്യങ്ങളാണ് എന്ത്, ഡിമാൻഡ് റൈസ് ചെയ്യുമ്പോൾ പ്രൈസ് കുറയുന്നത്, അല്ലെങ്കിൽ ഡിമാൻഡ് റൈസ് ചെയ്യാനുള്ള കാരണം, അല്ലെങ്കിൽ ഡിമാൻഡ് കുറയാനുള്ള കാരണം. 2 കാരണങ്ങളാണ്. ഒന്ന് പ്രതിസ്ഥാപന പ്രഭാവമാണ്, രണ്ടാമത്തേത് വരുമാന പ്രഭാവമാണ്. ഓക്കെ, അപ്പൊ ഈ പ്രതിസ്ഥാപന പ്രഭാവവും വരുമാന പ്രഭാവവും ഉണ്ടാകുന്നത് ഏതിൽ നിന്നാണ്? പ്രൈസ് ഇഫക്റ്റ് എന്ന ഒരു കാര്യത്തിൽ നിന്നാണ്, വിലപ്രഭാവം എന്നതിൽ നിന്നാണ്. നേരത്തെ സൂചിപ്പിച്ച പ്രതിസ്ഥാപന പ്രഭാവവും അതുപോലെ വില പ്രഭാവവും ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞാൽ സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റും അതുപോലെ ഇൻകം ഇഫക്റ്റും ഉണ്ടാകുന്നത് പ്രൈസ് ഇഫക്റ്റിൽ നിന്നാണ്. ഓക്കെ, എന്താണ് പ്രൈസ് ഇഫക്റ്റ് എന്ന് നമുക്ക് ആദ്യം നോക്കാം. ചേഞ്ച് ഇൻ ഡിമാൻഡ് കോസ്ഡ് ബൈ ചേഞ്ച് ഇൻ പ്രൈസ് ഈസ് കോൾഡ് പ്രൈസ് ഇഫക്റ്റ്. പ്രൈസ് ഇഫക്റ്റ് എന്താണ്? പ്രൈസിൽ മാറ്റമുണ്ടാകുന്നതിന്റെ ഫലമായിട്ട് ഡിമാൻഡിൽ മാറ്റമുണ്ടാകുന്നു അല്ലെ. ചേഞ്ച് ഇൻ ഡിമാൻഡ് കോസ്ഡ് ബൈ ചേഞ്ച് ഇൻ പ്രൈസ്. ഡിമാൻഡ് ചേഞ്ച് ചെയ്യുന്നു, ഡിമാൻഡിൽ മാറ്റം ഉണ്ടാകുന്നു. കോസ്ഡ് ബൈ ചേഞ്ച് ഇൻ പ്രൈസ്, പ്രൈസിൽ മാറ്റം ഉണ്ടാകുന്നത് കാരണം, വിലയിൽ മാറ്റം ഉണ്ടാകുന്നത് കാരണം ഡിമാൻഡിലും മാറ്റം ഉണ്ടാകുന്നു. അതിനെ വിളിക്കുന്ന പേരാണ് പ്രൈസ് ഇഫക്റ്റ്. Price effect can be divided into 2. Price effect can be divided into 2. ഏതൊക്കെയാണ്? ഒന്ന്, പ്രൈസ് ഇഫക്റ്റ് കാരണം ഡിമാൻഡിൽ മാറ്റം ഉണ്ടാകുന്നത്. പ്രൈസ് ഇഫക്റ്റ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻറ്റു 2. പ്രൈസ് ഇഫക്റ്റിനെ നമുക്ക് 2 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്നാമത്തേത് സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് ആണ്, രണ്ടാമത്തേത് ഇൻകം ഇഫക്റ്റ് ആണ്. എന്താണ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ്? സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് കൺസിഡേഴ്സ് 2 കമ്മോഡിറ്റീസ്. സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് ഉണ്ടാകുന്നത് 2 വസ്തുക്കളിലാണ്. പ്രതിസ്ഥാപന പ്രഭാവം ഉണ്ടാകുന്നത് 2 വസ്തുക്കൾക്കായിരിക്കും. when there is a fall in the price of one of them, അപ്പൊ 2 വസ്തുക്കളിൽ ഒന്നിന്റെ പ്രൈസ് കുറയുകയാണെങ്കിൽ when there is a fall in the price of one of them,
അതായത് രണ്ട് വസ്തുക്കളിലാണ് എന്തുണ്ടാകുന്നത്, സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് ഉണ്ടാകുന്നത്. സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് പഠിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ട് വസ്തുക്കളെ കമ്പാരിസൺ ചെയ്യണം. രണ്ട് വസ്തുക്കളിലാണ് പ്രതിസ്ഥാപന പ്രഭാവം ഉണ്ടാകുന്നത്. രണ്ട് വസ്തുക്കളിൽ ഒന്നിന്റെ വില കുറയുമ്പോൾ, when there is a fall in the price of one of them, രണ്ട് വസ്തുക്കളിൽ ഒന്നിന്റെ വില കുറയുകയാണെങ്കിൽ there is a change in the relative price. there is a change in the relative price. അവിടെ എന്തുണ്ടാകുന്നു, ഒന്നിന്റെ വിലയിൽ കുറവുണ്ടാകുമ്പോൾ, ഒന്നിന്റെ വില കുറയുമ്പോൾ there is a change in the relative price. അല്ലെ, ആ രണ്ടാമത്തതിന്റെ, അതായത് തൊട്ടടുത്ത് കിടക്കുന്ന റിലേറ്റീവ് ആയിട്ടുള്ളതിന്റെയും കൂടെ പ്രൈസിൽ എന്തുണ്ടാകും, മാറ്റമുണ്ടാകും. ഓക്കെ, ദർ ഈസ് എ ചേഞ്ച് ഇൻ ദ റിലേറ്റീവ് പ്രൈസ് വെൻ ദർ ഈസ് എ ഫാൾ ഇൻ ദ പ്രൈസ് ഓഫ് വൺ ഓഫ് ദം. രണ്ടെണ്ണത്തിൽ ഒന്നിന്റെ വില കുറയുമ്പോൾ രണ്ടാമത്തേതിന്റെ വിലയിലും എന്തുണ്ടാകും, അതിലൊരു പ്രതിഫലനം ഉണ്ടാക്കും. ആസ് എ റിസൾട്ട് മോർ ഓഫ് ദ ചീപ്പർ ഗുഡ് ഈസ് ഡിമാൻഡഡ് ഇൻസ്റ്റെഡ് ഓഫ് ദ ഗുഡ് വിത്ത് അൺചേഞ്ച്ഡ് പ്രൈസ്. അപ്പൊ രണ്ട് വസ്തുക്കളിൽ ഒന്നിന്റെ വില കുറയുമ്പോൾ അവിടെ മാറ്റമില്ലാതെ നിൽക്കുന്ന വസ്തു അത് എന്താണ്, മറ്റു വില കുറഞ്ഞ വസ്തുവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എവിടെയാണോ വില കുറവുള്ളത്, അതായത് രണ്ട് വസ്തുക്കളിൽ വില കുറഞ്ഞ വസ്തു ഏതാണോ അതിനോടാണ് കൂടുതൽ ഡിമാൻഡ് ഉണ്ടാവുക. ആസ് എ റിസൾട്ട് മോർ ഓഫ് ദ ചീപ്പർ ഗുഡ് ഈസ് ഡിമാൻഡഡ് ഇൻസ്റ്റെഡ് ഓഫ് ദ ഗുഡ് വിത്ത് അൺചേഞ്ച്ഡ് പ്രൈസ്. അതായത് അൺചേഞ്ച്ഡ് പ്രൈസ് ഉണ്ടായ അല്ലെങ്കിൽ വിലയിൽ മാറ്റമില്ലാതിരുന്ന വസ്തുവിനെ അപേക്ഷിച്ച് വില കുറഞ്ഞ വസ്തുവിന് കൂടുതൽ ഡിമാൻഡ് ഉണ്ടാകും. ഓക്കെ, അതാണ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളത്. വിലയും അളവും തമ്മിലുള്ള വിപരീത ബന്ധം, അതാണ് ഡിമാൻഡ്. വില കുറയുമ്പോൾ ഡിമാൻഡ് കൂടും, when there is a fall in the price of one commodity, ഒന്നിന്റെ വില കുറയുമ്പോൾ the demand of that commodity will be increased എന്നുള്ളതാണ്. അപ്പൊ രണ്ട് വസ്തുക്കളിൽ ഒന്നിന്റെ വില കുറയുമ്പോൾ ആ വില കുറഞ്ഞ വസ്തുവിന്റെ ഡിമാൻഡ് കൂടും എന്നാണ്. അപ്പൊ സബ്സ്റ്റിറ്റ്യൂട്ടറി ഗുഡ് പ്രകാരം, അണ്ടർ സബ്സ്റ്റിറ്റ്യൂട്ടറി ഗുഡ്, when there is a fall in the price of one of them, അതായത് രണ്ടെണ്ണത്തിൽ ഏതെങ്കിലും ഒന്നിന്റെ വില കുറയുമ്പോൾ the demand of that commodity will be ഇൻക്രീസ്ഡ്. അല്ലെ, ഏതിന്റെ വില കുറയുന്നു അതിന്റെ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുന്നു എന്നാണ്. ഇത് നമ്മുടെ ഡിമാൻഡ് കർവ് ലെഫ്റ്റ് അപ് ടു റൈറ്റ് ഡൗണിലേക്ക് സ്ലോപ്പ് ചെയ്യാൻ കാരണമാകും, അല്ലെങ്കിൽ പ്രൈസ് ഫാൾസ് ഡിമാൻഡ് റൈസ് ആവാൻ കാരണമാകും എന്നാണ്. ക്ലിയർ ആയോ? അപ്പൊ സബ്സ്റ്റിറ്റ്യൂട്ടറി ഗുഡ്സ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ടറി എഫക്ട് അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് ഹാപ്പൻഡ് ഇൻ സബ്സ്റ്റിറ്റ്യൂട്ടറി ഗുഡ്സ്, വേണമെങ്കിൽ അങ്ങനെയൊക്കെ പഠിക്കാം. Substitution effect happened in substitutory goods. Under substitutory goods, when there is a price falls, the demand of that commodity will be increased. Okay? It will cause the demand curve left up to right downward sloping. അത്രയേ ഉള്ളൂ. എന്താ പറഞ്ഞത്? പ്രതിസ്ഥാപന വസ്തുക്കളിൽ ഒന്നിന്റെ വില കുറയുമ്പോൾ ആ വില കുറഞ്ഞ വസ്തുവിന്റെ ഡിമാൻഡ് കൂടുന്നു. ഇത് ഡിമാൻഡ് കർവ് ഇടത്ത് മുകളിൽ നിന്ന് വലത്ത് താഴോട്ട് ചെരിയാൻ കാരണമാകുന്നു. ക്ലിയർ അല്ലേ? രണ്ടാമത്തെ കേസാണ് ഇൻകം ഇഫക്റ്റ്. ഇൻകം ഇഫക്റ്റ് ഷോസ് ദ റിയൽ ഇൻകം ഓഫ് ദ കൺസ്യൂമർ. ഇൻകം ഇഫക്റ്റ്, വരുമാന പ്രഭാവം, ഒരു കൺസ്യൂമറുടെ യഥാർത്ഥ വരുമാനത്തെയാണ് കാണിക്കുന്നത്. ഇൻകം ഇഫക്റ്റ് ഷോസ് ദ റിയൽ ഇൻകം ഓഫ് ദ കൺസ്യൂമർ. ഇൻകം ഇഫക്റ്റ് എന്താണ്? ഉപഭോക്താവിന്റെ യഥാർത്ഥ വരുമാനത്തെയാണ് കാണിക്കുന്നത്. When there is a falls in the price of one commodity, കൺസ്യൂമർ വാങ്ങുന്ന ഏതെങ്കിലും ഒരു വസ്തുവിന്റെ കമ്മോഡിറ്റിയുടെ വില കുറഞ്ഞാൽ, when there is a fall in the price of one commodity, the real income of the consumer will be increased. കൺസ്യൂമർ വാങ്ങുന്ന ഏതെങ്കിലും ഒരു വസ്തുവിന്റെ വില കുറഞ്ഞാൽ കൺസ്യൂമറുടെ യഥാർത്ഥ ഇൻകം വർദ്ധിക്കും. ഓക്കെ, മനസ്സിലാവേണ്ട പറഞ്ഞത്. കൺസ്യൂമർ വാങ്ങുന്ന ഏതെങ്കിലും സാധനത്തിന്റെ വില നിലവിൽ ഉള്ളതിനേക്കാൾ കുറവായാൽ അയാളുടെ യഥാർത്ഥ ഇൻകത്തിൽ വർധനവുണ്ടാകും. ദാറ്റ് ഇൻക്രീസ്ഡ് ഇൻകം ക്യാൻ ബി യൂസ്ഡ് the consumer for buying more quantity of that goods or the same good or another. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ആ വില കുറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ യഥാർത്ഥ വരുമാനം വർദ്ധിക്കുന്നു. ആ
ആ വർദ്ധിച്ച ഇൻകം വെച്ചുകൊണ്ട് കൺസ്യൂമർക്ക് ആ വില കുറഞ്ഞ വസ്തുവിന്റെ മോർ ക്വാണ്ടിറ്റി ക്യാൻ ബി കൺസ്യൂംഡ്, ആ വില കുറഞ്ഞ വസ്തുവിന്റെ കൂടുതൽ അളവ് അദ്ദേഹത്തിന് വാങ്ങാൻ കഴിയും. അല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്ത് ചെയ്യാം, മറ്റേതെങ്കിലും വസ്തുക്കൾ വാങ്ങാം. ഇറ്റ് വിൽ കോസ്, ഇത് എന്തിന് കാരണമാകും, ഇറ്റ് വിൽ കോസ് ദ ഡിമാൻഡ് കർവ് ലെഫ്റ്റ് അപ്പ് ടു റൈറ്റ് ഡൗൺ സ്ലോപ്പ്. ഓക്കെ, അപ്പോൾ ഇൻകം ഇഫക്റ്റ് എന്താണ്? ഇൻകം ഇഫക്റ്റ് ഷോസ് ദ റിയൽ ഇൻകം ഓഫ് ദ കൺസ്യൂമർ. ഇൻകം ഇഫക്റ്റ്, വരുമാന പ്രഭാവം ഉപഭോക്താവിന്റെ യഥാർത്ഥ വരുമാനത്തെയാണ് കാണിക്കുന്നത്. ഉപഭോക്താവ് വാങ്ങുന്ന ഏതെങ്കിലും വസ്തുവിന്റെ വില കുറയുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ യഥാർത്ഥ വരുമാനം വർദ്ധിക്കുന്നു. ആ വർദ്ധിച്ച വരുമാനം ഉപയോഗിച്ച് അയാൾക്ക് അതേ വസ്തുവിന്റെ കൂടുതൽ അളവ് വാങ്ങാം, അല്ലെങ്കിൽ മറ്റു വസ്തുക്കൾ വാങ്ങാം. ഇതാണ് വരുമാന പ്രഭാവം എന്ന് പറയുന്നത്. ഇത് ഡിമാൻഡ് കർവ് ഇടത്തു മുകളിൽ നിന്ന് വലത്ത് താഴോട്ട് ചെരിഞ്ഞു വരാൻ കാരണമാകും. ക്ലിയർ ആയോ? അപ്പോൾ വളരെ പ്രധാനപ്പെട്ട 4 അല്ലെങ്കിൽ 3 മാർക്കിന്റെ ഒരു ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. വൈ ഡസ് ഡിമാൻഡ് കർവ് ഡൗൺവേർഡ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് എന്ന് ചോദിക്കാം. വൈ ഡിമാൻഡ് കർവ് റൈസ് വെൻ പ്രൈസ് ഫാൾസ് എന്ന് ചോദിക്കാം. അപ്പൊ ഈ പല രൂപങ്ങളിൽ ചോദ്യം വന്നേക്കാം. തീർച്ചയായിട്ടും നിങ്ങളത് മനസ്സിലാക്കി വെക്കുക. 2 കാരണങ്ങൾ കൊണ്ടാണ് ഡിമാൻഡ് കർവ് ഇടത്തു മുകളിൽ നിന്ന് വലത്ത് താഴോട്ട് ചെരിഞ്ഞു വരുന്നത്. അതിൽ ഒന്നാമത്തേത്, അത് മെയിൻ റീസൺ പ്രൈസ് ഇഫക്റ്റ് ആണ്. പ്രൈസ് ഇഫക്റ്റിനെ 2ആയിട്ട് വീണ്ടും തരംതിരിച്ചിട്ടുണ്ട്. അതിലൊന്നാമത്തേത് സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് ആണ്, രണ്ടാമത്തേത് ഇൻകം ഇഫക്റ്റ് ആണ്. അപ്പോൾ മക്കളെ, ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതട്ടെ. തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. പരീക്ഷയ്ക്ക് ഉപകാരമുള്ള ടോപ്പിക്കുകളാണ്. തീർച്ചയായും നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഓൾ എന്ന് തന്നെ എനേബിൾ ചെയ്ത് വെക്കുക. പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും, ഉറപ്പാണ്. ഓക്കെ, ഇനി നമുക്ക് വീണ്ടും ഒരു പുതിയ ടോപ്പിക്കുമായിട്ട് പുതിയ വീഡിയോയിൽ കാണാം. ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്.